ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോഡാണ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ വർക്കൗട്ട് ലോഗ്സിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ സെഷനിലാണെങ്കിൽ നമ്മൾ നമ്മുടെ വർക്കൗട്ട്സ് ക്രിയേറ്റ് ചെയ്തു. വർക്കൗട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ട്സ് നമുക്ക് ആ, കിട്ടുന്നുണ്ട്. സോ ഓരോ ഓരോ മസിൽ ഗ്രൂപ്പ്സിനും അതിൻ്റെതായിട്ടുള്ള വർക്കൗട്ട്സ്. സോ ഈ വർക്കൗട്ട്സിന് നമുക്ക് എത്ര സെറ്റ്സ് എത്ര റെപ്സ് നമ്മൾ ചെയ്തു എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ് ആണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ലോഗ്സ് കൺട്രോളർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് കൺട്രോളറിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോളർ ആഡ് ചെയ്യുക. വർക്കൗട്ട് ലോഗ്സ് കൺട്രോളറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വർക്കൗട്ട് ലോഗ്സ് കൺട്രോളർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന് നമുക്ക് വാല്യൂസ് കൊടുക്കണം. സോ ഫസ്റ്റ് അതിനു വേണ്ടി നമുക്കൊന്ന് ആപ്ലിക്കേഷൻ ഡി ബി കോൺടെസ്റ്റിൽ പോയിട്ട് നമ്മുടെ വർക്കൗട്ട് ലോഗ്സ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. പബ്ലിക് ഡി ബി സെറ്റ് വർക്കൗട്ട് അതിനുശേഷം നമുക്കിവിടെ ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൈവറ്റ് റീഡ് ഓൺലി ആപ്ലിക്കേഷൻ ഡി ബി കോൺടെക്സ്റ്റ് ഡാറ്റാബേസ്. ഓക്കെ, സോ അതിനുശേഷം കൺസ്ട്രക്ടർ നമ്മൾ സി ടി ഒ ആറിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ടർ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഡി ബി കോൺടെക്സ്റ്റ് ഡി ബി ഇവിടുന്ന് ഈ വാല്യൂസ് ഇങ്ങോട്ട് അസൈൻ ചെയ്യും. സോ നമ്മൾ ഡിഫറൻസ് ഇൻജക്ഷൻ ഇവിടെ യൂസ് ചെയ്തു. ഇനി നമുക്ക് ഇൻഡെക്സ്, അതായത് ഇവിടെ ആയിരിക്കും നമ്മുടെ ലോഗ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് ഉപയോഗിക്കുക. സോ ഇവിടെ നമുക്ക് അതിന് ലോജിക് എഴുതാം. ഫസ്റ്റ് വർക്കൗട്ട് ഈക്വൽ ടു ഡി ബി ഡോട്ട് വർക്കൗട്ട്സ് ഡോട്ട് ഇൻക്ലൂഡ് ഇവിടെ w ടെൻസ് ടു w ഡോട്ട് കാറ്റഗറി. കാറ്റഗറി ഇൻവോൾവ് ചെയ്യുകയാണ് ഇവിടെ. ഇനി ഇതിന്റെ കൂടെ ഡോട്ട് ഫസ്റ്റ് ഡിഫോൾട്ട് കൊടുത്തു. അതിൽ നമുക്ക് w ടെൻസ് ടു w ഡോട്ട് ഐ ഡി ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു ഐ ഡി കൂടെ പറ്റും. ഈ ഐ ഡി വെച്ചിട്ടായിരിക്കും നമുക്ക് സോറി ഈ ഐ ഡി വെച്ചിട്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുക ഈ വാല്യൂസ് ഇവിടെ ഉണ്ടോ എന്നുള്ളത്. വർക്കൗട്ട് ഐ ഡി. ഓക്കെ, ഇതേ നെയിം തന്നെ ആയിരിക്കണം കൺട്രോൾ സി ഇവിടെ ഉണ്ടാവും. ഇത് ചെക്ക് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഡബ്ല്യൂ. ഓക്കെ, അത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇഫ് ഇത് ഈ വാല്യൂസ് വർക്കൗട്ട് ഐ ഡി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല നമുക്ക് ഇവിടെ കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് എക്സെപ്ഷൻ ഉണ്ടാക്കണം. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു കേസ് കൊണ്ട് നമുക്കിവിടെ ആക്കണം. സോ വർക്കൗട്ട് നള്ളാണെങ്കിൽ ഈ ഒരു കേസ് ആണ് വരുന്നതെങ്കിൽ റിട്ടേൺ നോട്ട് ഫൗണ്ട്. ഇനി നമുക്ക് var logs വേരിയബിൾ കൊടുക്കുക. കൊടുത്തതിന് ശേഷം db ഡോട്ട് വർക്കൗട്ട് ലോഗ്സ്
dot where L tends to L dot sorry L dot workout ID equal to workout ID dot order by descending. നമുക്ക് ഡിസെൻഡിങ്ങിലാണ് നമ്മളിവിടെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. സോർട്ട് ബൈ ഡിസെൻഡിങ് എന്തിന്റെ ബേസിലാണ്? എൽ ഡോട്ട് ഡേറ്റിൽ. സോറി, എൽ ടെൻസ് ടു എൽ ഡോട്ട് ഡേറ്റ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞു ഡോട്ട് ലിസ്റ്റിലേക്ക് ആക്കാം, ടു ലിസ്റ്റ്. ഓക്കെ, സോ ഇത്രയും നമുക്കായി. ഇനി നമുക്കിവിടെ ലോഗ്സ് കൂടെ പാസ് ചെയ്ത് കൊടുക്കാം, എന്നാലേ നമ്മുടെ വ്യൂസിൽ അത് വർക്ക് ആവുന്നു. ഇനി നമുക്ക് നമ്മുടെ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് റിസൾട്ട് ഇൻഡെക്സ് നമുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് മെത്തേഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യം http get പബ്ലിക് നെയിം മാത്രമാക്കാം, ക്രിയേറ്റ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇൻറ്റ് var workout equal to db.workouts dot find workout id if വർക്കൗട്ട് നള്ളാണെങ്കിൽ റിട്ടേൺ വർക്കൗട്ട്. എന്നിട്ട് വ്യൂ ബാഗ് വെച്ച് നമ്മൾ പാസ് ചെയ്യുന്നു. വ്യൂ ബാഗ് വർക്കൗട്ട് നെയിം ഈക്വൽ ടു വർക്കൗട്ട് ഡോട്ട് നെയിം. ഇനി var ലോഗ് ഈക്വൽ ടു ന്യൂ വർക്കൗട്ട് ലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ വർക്കൗട്ട് ലോഗ്, ഇതിന്റെ അകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് വർക്കൗട്ട് ഐ ഡി ഈക്വൽ ടു വർക്കൗട്ട് ഐ ഡി സോറി വർക്കൗട്ട് ഐ ഡി. ഇനി ഡേറ്റ് പറയാം. ഇത് രണ്ടും നമ്മൾ നമ്മുടെ ഡേറ്റ് ടൈം ഡോട്ട് നൗ. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ നമ്മുടെ ക്രിയേറ്റിന്റെ ഗെറ്റ് മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ വർക്ക് ആവില്ല. ഓക്കെ, നമുക്കത് അവിടെ വേണം. സോ ഇനി നമുക്കിവിടെ റിട്ടേൺ വ്യൂ കൊടുക്കണം. റിട്ടേൺ വ്യൂ ലോഗ്. ഓക്കെ, സോ നമുക്ക് ക്രിയേറ്റിന്റെ മെത്തേഡ്, അതായത് നമ്മുടെ ക്രിയേറ്റ് മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ പോസ്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് http പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക് ആക്ഷൻ റിസൾട്ട് ക്രിയേറ്റ് വർക്കൗട്ട് ലോഗ് റിട്ടേൺ വ്യൂ ഇപ്പോഴേ ഞാൻ കൊടുത്തതാണ്. ലോഗെല്ലാം നമ്മൾ പാസ് ചെയ്യാം. സോ ഇപ്പൊ കിട്ടി. സോ മോഡൽ സ്റ്റേറ്റ് ഡോട്ട് remove workout നോർത്തു. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യാണ്, സെർവർ സൈഡ് വാലിഡേഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ്. മോഡൽ സ്റ്റേറ്റ് ഡോട്ട് ഈസ് വാലിഡ് ആണെങ്കിൽ, അങ്ങനെ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ db ഡോട്ട് വർക്കൗട്ട് ലോഗ്സ് ഡോട്ട് ആഡ് ലോഗ്. ഓക്കെ,
ഇനി നമുക്ക് db.save ചേഞ്ചസ്. ഓക്കെ, റിട്ടേൺ റീഡയറക്ട് ടു ആക്ഷൻ ഇൻഡെക്സ്. ഇത് കാറ്റഗറിയിലേക്ക് നമുക്ക് പാസ് ചെയ്ത് കിട്ടുന്നത്. കാരണം ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറിയിലേക്ക് റീഡയറക്ട് ചെയ്യും. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത കേസിൽ നമുക്ക് var വർക്ക്ഔട്ട് ഈക്വൽ ടു db.workouts ഫൈൻഡ് ചെയ്യുകയാണ്. വർക്ക്ഔട്ട്സ് ഡോട്ട് ഫൈൻഡ് ലോഗ് ഡോട്ട് വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ഐ ഡി. ഓക്കെ, ഈ വർക്ക്ഔട്ട് ഐ ഡി വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ് ഏത് വർക്ക്ഔട്ട് ആണ്. എന്നിട്ട് വ്യൂ ബാക്ക് ഡോട്ട് വർക്ക്ഔട്ട് നെയിം ഈക്വൽ ടു വർക്ക്ഔട്ട് സോറി വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ഡോട്ട് നെയിം. ഈ റിട്ടേൺ വ്യൂ ലോഗ്. ഓക്കെ, സോ നമ്മൾ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂ മെത്തേഡ് സോറി വ്യൂവിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ റൈറ്റ് നൗ നമുക്ക് കാറ്റഗറി ഉണ്ട്, ഹോം ഉണ്ട്. സോ ഇനി നമുക്കിവിടെ വർക്ക്ഔട്ട് ലോഗ്സും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് ആദ്യം നമുക്ക് ഇൻഡെക്സിൽ നിന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സിൽ പോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് വ്യൂ. ഓക്കെ, വ്യൂ എംറ്റി, ഇൻഡെക്സ് തന്നെയാണ് നമ്മുടെ പേര്. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ എ, ഡിലീറ്റ്. ഓക്കെ, സോ ഇനി നമുക്ക് അറ്റ് നമ്മളിവിടെ മോഡൽസ് ഉപയോഗിക്കും. അതുകൊണ്ട് ഫിറ്റ്നസ് ട്രാക്കർ ഡോട്ട് മോഡൽസ് മോഡൽ. ഇനി അറ്റ് മോഡൽ അതൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇതില്ലെങ്കിൽ അത് വർക്ക് ആവില്ല. വർക്ക്ഔട്ട് ലോഗ് യാ. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ വ്യൂ ബാഗ് ഇവിടെ നമുക്ക് ആവശ്യം വരും. അതിനായിട്ട് s2 ടാഗില് അറ്റ് വ്യൂ ബാഗ് ഓക്കെ ഡോട്ട് നമ്മുടെ ഓക്കെ, സോ ഇവിടെ നമുക്ക് വ്യൂ ബാഗ് ഡോട്ട് മസിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. സോ സി ഓക്കെ, സോ നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യണം ഇവിടെ. ഓക്കെ, സോ നമ്മള് ഇവിടെ അത് വിട്ടു പോയിട്ടുണ്ട് കൊടുക്കാൻ. അതിന് പകരം അപ്പോൾ ഈ വാർ ലോഗ്സിന്റെ അടിയിൽ വന്നിട്ട് വ്യൂ ബാഗ് ഡോട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അക്ഷര മിസ്റ്റേക്ക് ഉണ്ടാവാൻ നോക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. സോ അതുകൊണ്ട് വർക്ക്ഔട്ട് ഡോട്ട് നെയിം. ഓക്കെ, അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. വ്യൂ ബാഗ് സോറി മാറിപ്പോയി, വർക്ക്ഔട്ട് ഡോട്ട് മസിൽ ഗ്രൂപ്പ്. കാറ്റഗറി ഡോട്ട് മസിൽ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് വ്യൂ ബാഗ് ഡോട്ട് വർക്ക്ഔട്ട് നെയിം ഈക്വൽ ടു വർക്ക്ഔട്ട് ഡോട്ട് നെയിം. ഓക്കെ, സോ ഇത് നമുക്ക് ആവശ്യം വരും. സോ ഇവിടുന്ന് കോപ്പി ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇൻഡെക്സിൽ പോവുക. ഇൻഡെക്സിൽ പോയതിനു ശേഷം നമുക്ക് h2 അറ്റ് സോറി അറ്റ് വർക്ക്ഔട്ട് നെയിം നമുക്ക് ലോഗ്സ് എന്നിട്ട്. ഓക്കെ, സോ ഇത്ര ഇട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ടേബിൾ ഓക്കെ, ഇനി നമുക്ക് ഈ ഹെഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡേറ്റ് ഒരു കൂടെ സെറ്റ്സ് th
PH ഫസ്റ്റ്. ഓക്കെ, ഇത്ര നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ടി ബോഡിയിലേക്ക് പോകാം. ടി ബോഡി ഇവിടെയാണ് നമ്മൾ ഫോർ ഈച്ച് കൊടുക്കുന്നത്. അറ്റ് ഫോർ ഈച്ച് വാർ സോറി വാർ ലോഗ് ഇൻ മോഡൽ. ഇനി നമുക്ക് പി ആർ ബി സെറ്റ് ലോഗ് ഡോട്ട് ഡേറ്റ് ഡോട്ട് ടു സ്ട്രിംഗ്. നമുക്കിവിടെ ഡേറ്റ് കൊടുക്കാം. സോ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഡേറ്റ് കിട്ടുന്ന ഡേറ്റിന് നമ്മൾ ടു സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. നമുക്ക് ഏത് രീതിയിൽ വേണേലും കൺവേർട്ട് ചെയ്യാം. നമുക്ക് ചില സമയത്ത് നമുക്ക് അതിന്റെ ടൈം കൂടെ വേണമെന്നുണ്ടാവാം, ചില സമയത്ത് ടൈം വേണ്ടാന്നുണ്ടാവാം, നമുക്ക് യൂസറിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ടൈം ഒന്നും കാണിക്കുന്നത്, ജസ്റ്റ് ഡേറ്റ് മാത്രമേ ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈ മന്തിന്റെ ഇനി ഡി. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് അവേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ HHMM. ഓക്കെ, സെക്കൻഡിലാണ് കാണിക്കുക. ഓക്കെ, സോ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, സോ റൈറ്റ് നൗ ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് എത്ര ഇയറും മന്തും ഡേറ്റും മാത്രം കണ്ടാൽ മതി. സോ അത് സെറ്റായി. ഇനി ടി ആർ സോറി TD TD at log ഡോട്ട് സെറ്റ്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കൺട്രോൾ. ഓക്കെ, ഇവിടെ നമ്മൾ റെപ്സ്. ഓക്കെ, ഇനി അടുത്തത് റെസ്റ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബ്ലം? നമുക്ക് വർക്കൗട്ട് ലോഗ് നോക്കുക. ഓക്കെ, ഇവിടെ റെസ്റ്റ് സെക്കൻഡ്സ് എന്നാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ആ നെയിം തന്നെ ഫോളോ ചെയ്യാം. തൽക്കാലത്തേക്ക് സെക്കൻഡ്സിനൊന്നും നമ്മൾ പെടുന്നില്ല എന്തായാലും. റെസ്റ്റ് സെക്കൻഡ്സ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് അല്ല, ഓക്കെ, ക്രിയേറ്റും കൂടെ ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. വർക്കൗട്ട് ലോഗ്സ്. ഇനി ക്രിയേറ്റ് നിൽക്കുക, സെലക്ട് ചെയ്യുക, ആഡ് വ്യൂ. ഓക്കെ, അതിന് ശേഷം ക്രിയേറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്മുടെ ക്രിയേറ്റ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യൂസിങ് ഫിറ്റ്നസ് ട്രാക്കർ ഡോട്ട് മോഡൽസ്. ആഡ് മോഡൽ. ഇവിടെ നമ്മൾ വർക്കൗട്ട് ലോഗാണ് ഉപയോഗിക്കുന്നത് അല്ലേ. സോ വർക്കൗട്ട് ലോഗ് ക്ലിക്ക് ചെയ്യുക. ചെയ്തതിനു ശേഷം ഇവിടെയും ഒരു H2 അതിന്റെ ഹെഡിങ് ആയിട്ട് അവിടെ നമുക്ക് ലോഗ് വർക്കൗട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ വർക്കൗട്ട് ലോഗ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിക്ക് ചെയ്തു, അറ്റ് വ്യൂ ബാക്ക് ഡോട്ട് വർക്കൗട്ട് നെയിം. വർക്കൗട്ട് നെയിം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് ഇവിടെ വാല്യൂ ഉണ്ടാവില്ല. ക്രിയേറ്റില് വ്യൂ ബാക്ക് വർക്കൗട്ട് നെയിം ഉണ്ട്. അപ്പൊ ലോഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ അവിടെ ഉണ്ടാവും. വർക്കൗട്ട് നെയിം ഒന്നുകൂടെ ഒന്ന് കൺട്രോൾ C. ഓക്കെ, കറക്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ ഇവിടെ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫോം ഇപ്പോൾ നമ്മളിങ്ങനെ ഈ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, സോ ഫോം എടുത്തു. ഫോം ASP ആക്ഷൻ അത് നമ്മൾ ക്രിയേറ്റ് ആണ്.
മെത്തേഡ് പോസ്റ്റ്. ഓക്കെ. അതിനുശേഷം നമുക്ക് ലേബൽ ലേബൽ സെറ്റ്സ്. ഓക്കെ. ഇനി ഈ സെറ്റ്സ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഹെഡിങ് അല്ല, ഇതിന്റെ ഒരു നമ്മള് ഹെഡിങ് പോലെ ഒരു ടെക്സ്റ്റ് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ. അതിനാണ് ലേബൽ ഉപയോഗിക്കുക. സോ ഇൻപുട്ട് കൊടുക്കുക ഇവിടെ. ഓക്കെ, ടൈപ്പ് അല്ല, ഇൻപുട്ട് ASP4 സെറ്റ്സ്. ഓക്കെ. ഇനി ID സെറ്റ്സ്. ID കൊടുത്തില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ടൈപ്പ് ഈക്വൽ ടു നമ്പർ ആണ് ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്പർ കൊടുത്തു. ഓക്കെ. ഇനി നമുക്കൊരു മിനിമം മിനിമം 1 ചെയ്യണം അല്ലെ? ഒരു സെറ്റിലും ചെയ്യണം. അത് മിനിമം 1, അതിൽ കുറഞ്ഞുള്ളതൊന്നും വർക്ക് ആവില്ല അവിടെ. ഓക്കെ, അത് അത്രയായി. ഇനി അടുത്തത് ലേബൽ ഞാനൊന്ന് കോപ്പി ചെയ്യാൻ പോകുന്നത്. ആപ്സിന്റെയും നമ്പർ തന്നെയാണ് മിനിമം 1. ഓക്കെ. ഇനി നമുക്ക് റെസ്റ്റ് റെസ്റ്റ് അതില് റെസ്റ്റ് ഇത് നമുക്ക് ചില സമയത്ത് നമ്മൾ അധികം ടൈം എടുക്കാതെ ചെയ്യുന്നുണ്ടല്ലേ. കൺട്രോൾ വെയിറ്റ് ഇൻപുട്ട് ASP4 വെയിറ്റ്. ഇത് മോഡലിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഈ ASP4 എന്നുള്ളത് നമ്മുടെ മോഡലുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വാല്യൂസ് വരുന്നത്. അല്ല ചുമ്മാ റാൻഡം ആയിട്ട് ഇടുന്നതല്ല. റാൻഡം ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ എറർ ഉണ്ടാവും. ഓക്കെ. സോ ഇത് വെച്ച് നമുക്ക് വാലിഡേഷൻ വരെ ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ ഡേറ്റ് ടൈം ഡോട്ട് ലോക്കൽ ഇട്ട് ഇവിടെ മിനിമം ഒന്നുമില്ല, കാരണം സമയമാണ്. ഓക്കെ. ഇനി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബട്ടൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ വേണം. ബട്ടൺ ടൈപ്പ് സബ്മിറ്റ്. ഓക്കെ. സേവ് നെയിം കൊടുത്തു. ബട്ടണിന്റെ സോ ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓക്കെ, ഒരു കാര്യം കൂടി ചെയ്യണം. നമുക്ക് ഇവിടെ വർക്കൗട്ട് ID വേണം, പക്ഷെ നമുക്കത് യൂസറിനെ കാണിക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ASP4, കാരണം വർക്കൗട്ട് ID വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ വർക്കൗട്ട് ID കൊടുത്തു. ഇനി ഓക്കെ. സോ ഇത്രയും നന്നായിട്ടുണ്ട്. നമുക്കിനി സോറി, ഇത്രയും സേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇന്ന് റൺ ചെയ്ത് നോക്കാം. അതൊക്കെ നേരത്തെ റൺ ചെയ്യണ്ടായിരുന്നു, ബട്ട് എനിക്കറിയാം ഇത് വർക്ക് ആവും എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാനതങ്ങ് നേരത്തെ ചെയ്യായിരുന്നതാണ്. പിന്നെ ജസ്റ്റ് നമ്മള് ഇതിന്റെ ലോജിക്ക് വലിയ ടഫ് ഉള്ളതല്ലാത്തതുകൊണ്ട് ടൈം എടുത്ത് ഇങ്ങനെ ആക്കുന്നതേ ഉള്ളൂ. ഓക്കെ. കാറ്റഗറി. ഓക്കെ. അതിനു മുന്നേ നമുക്ക് ബ്രേക്ക്
ബ്രേക്ക് പോയിന്റ് ഇട്ട് കൊടുക്കാം എല്ലാത്തിനും. ക്രിയേറ്റിലിട്ട് കൊടുത്തു, ഇൻഡെക്സിലിട്ട് കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഓക്കെ. സോ ഇവിടെ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് പ്രസ്. ഈ ബെഞ്ച് പ്രസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിയേറ്റിന്റെ ഇതിലേക്ക് പോകേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ട് കൺട്രോളർ വർക്കൗട്ട് കൺട്രോളറിന്റെ വ്യൂവിലേക്ക് പോവാം. വർക്കൗട്ട് കൺട്രോളർ, വർക്കൗട്ട് ഓർണിംഗ്. സോ ഇവിടെ ഓക്കെ, ഇവിടെ ASP ആക്ഷൻ ക്രിയേറ്റ് ASP കൺട്രോളർ വർക്കൗട്ട് ലോഗ്സ് കൺട്രോളർ. വർക്കൗട്ട് ലോഗ്സ് മതിയായിരിക്കും. ഓക്കെ, സോ ഇനി ഇവിടെ വർക്കൗട്ട് ലോഗ്സ് ക്രിയേറ്റില് ഒരു ID കൂടെ പാസ് ചെയ്യണം അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് ഓക്കെ, വർക്കൗട്ട് നെയിം ASP ഈ നെയിം കൊടുക്കുക. equal to workout dot ID. സോ ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം ഈ വർക്ക് ആവുന്നത് എങ്ങനെയാന്ന് നോക്കട്ടെ. സോ കാറ്റഗറി ഓക്കെ, നമുക്കിപ്പോൾ ഇതൊരു വേറെ പേജിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ കാറ്റഗറി ID വർക്കൗട്ട് ID 1 വർക്കൗട്ട് ID ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നന്ദി നോക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, കാരണം വർക്കൗട്ട് ID ഒരെണ്ണം അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ജസ്റ്റ് ഫൈൻ, ഇതിന് വർക്കൗട്ട് ID ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. വർക്കൗട്ട് ID 3 രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ ജസ്റ്റ് ഫൈൻ. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ്സ് റെപ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂ ലോഗ് അതിൻ്റെയും കൂടെ, അതായത് ഈ വർക്കൗട്ട് ID അവിടെ വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇൻഡെക്സിൽ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു കീ, എന്നിട്ട് വ്യൂ ലോഗ് ഓക്കെ. സോ ഓക്കെ, ഇതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ ചെയ്തേക്കുന്നുണ്ട്. ഇതിങ്ങനെ എടുക്കുക, ഇതിന്റെ പുറത്തേക്ക് വരിക. ഓക്കെ, സോ ഇനി ഓക്കെ ഓക്കെ, ഇവിടെ ഇതുപോലെ ASP ആക്ഷൻ ഇൻഡെക്സ് ASP കൺട്രോളർ. നമ്മൾ ഏത് കൺട്രോളറാണ് എടുക്കുന്നത്? വർക്കൗട്ട് ലോഗ്സ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ നോക്കണം. ASP റൂട്ട്, ഈ നെയിം എപ്പോഴും നമ്മുടെ കൺട്രോളർ കൊടുത്ത നെയിമുമായിട്ട് സെയിം ആയിരിക്കണം. ഓക്കെ, ഈ ഇൻഡെക്സിൽ വർക്കൗട്ട് ID ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും സാധാ ID എന്നാണ് കൊടുത്തതെങ്കിൽ ഈ ഇൻഡെക്സിൽ എപ്പോഴും ID ആയിരിക്കണം ഉണ്ടാവുക. ASP റൂട്ട്
ഇവിടെ കൊടുക്കുമ്പോൾ ഐ ഡി ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ഐ ഡിയിലായിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ ഞാൻ ഇവിടെ വർക്കൗട്ട് ഐ ഡി കൊടുത്തുകൊണ്ട് വർക്കൗട്ട് ഐ ഡി. ഓക്കെ. സോ അറ്റ് വർക്കൗട്ട് ഐ ഡി. ഓക്കെ. സോ ഇനി വ്യൂ ഡോക്സും നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ബാക്കോട്ട് പോവുക. ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ ഞാൻ സോഫ്റ്റ് ഓക്കെ ക്രിയേറ്റ്. ഓക്കെ, ഞാൻ ബ്രേക്ക് പോയിന്റ് ഇട്ടതിന് ശേഷം ഓക്കെ ജസ്റ്റ് അപ്പോൾ വ്യൂ ലോക്സ് അതിന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബെഞ്ച് പ്രസിന് വ്യൂ ലോക്സ്. ഓക്കെ. സോ വർക്കൗട്ട് ഐ ഡി വന്നു. ഇപ്പൊ ഇത് ബെഞ്ച് പ്രസിന്റെ വ്യൂ ലോക്സ് ആണ് ഇവിടെ വരിക. ഓക്കെ. ഇൻവാലിഡ് ഒബ്ജക്ട് നെയിം വർക്കൗട്ട് ലോക്സ്. ഓക്കെ, നമുക്കത് നോക്കാം. എവിടെയാണ് വന്നത്? വയർ ലോക്സ് ഡി ബി വർക്കൗട്ട് ലോക്സ്. ഓക്കെ, നമ്മളുടെ വാല്യൂസ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് നോക്കാം. അതുകൊണ്ടാണ് അവിടെ വയ്ക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം പോസ്റ്റ് മെത്തേഡ് വേണ്ടി നോക്കാം. റണ്ണല്ല, പോസ്റ്റ് മെത്തേഡ് നമ്മളൊരു വാല്യൂ സബ്മിറ്റ് ചെയ്ത് നമുക്ക് വാല്യൂസ് ആവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് നമ്മൾ വാല്യൂസ് കൊടുക്കുക. സോ കാറ്റഗറി ആഡ് ചെയ്തു. കാറ്റഗറി ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് സോ ടെമ്പറേച്ചർ നമ്മളിവിടെ നമ്മുടെ ക്രിയേറ്റ് വർക്ക് ആവുന്നുണ്ട്. സോ ഇവിടെ ഞാനൊരു ഒരു 3 സെറ്റ് ചെയ്തു. 10 സെറ്റ് വെച്ച് ഇത് 12 സെറ്റ് വെച്ച് റെസ്റ്റ് ഞാനൊരു 3 സെക്കൻഡ്. ഇതിപ്പോ 3 സെറ്റ് വേണ്ട, ഓരോ സെറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രാക്ക് ചെയ്യുക. സോ ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. കറക്റ്റ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെ സേവ്. ഓക്കെ, നമ്മുടെ പോസ്റ്റ് മെത്തേഡിലേക്ക് വന്നിട്ടുണ്ട്. സോ ഐ ഡി ഇവിടെ കിട്ടിയിട്ടില്ല. വർക്കൗട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വർക്കൗട്ട് റിമൂവ് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതിന്റെ അവിടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, എന്താണ് വർക്കൗട്ട് ലോഗ്സ്? വയലിൻ വർക്കൗട്ട് ലോഗ്, വയലൊക്കെ വർക്കൗട്ട് ലോഗ്. ഓക്കെ, നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്കൊന്ന് നമ്മുടെ പാക്കേജ് മാനേജർ കൺസോൾ എടുക്കുക. ആഡ് മൈഗ്രേഷൻ. കാരണം നമ്മൾ വർക്കൗട്ട് ലോഗ്സ് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ആഡ് മൈഗ്രേഷൻ, ആഡ് വർക്കൗട്ട് ലോഗ്സ്. ഓക്കെ, ഡാറ്റ ആക്സസ് എപ്പോഴും ഡാറ്റ ആക്സസ് ആയിരിക്കണം. കാരണം നമ്മൾ ഡാറ്റ ആക്സസിലാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡി ബി കോണ്ടാക്ട്സ് ഉള്ളത്. സോ ആഡ് മൈഗ്രേഷൻ, ആഡ് വർക്കൗട്ട് ലോഗ്സ്. ബിൽഡ് സക്സീഡഡ്. നമുക്ക് കംപ്ലീറ്റ് ഡാറ്റാബേസ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കാറ്റഗറി ചെസ്റ്റ്, ഡ്രസ്, കണ്ടിന്യൂ. ഓക്കെ, ഒരു സെറ്റ് ആയിക്കോട്ടെ. 12 ഒരു 3 1 മിനിറ്റ്. സേവ്. സോ ആ എറർ പോയിട്ടുണ്ട്. ജസ്റ്റ് വ്യൂലോഗ് നോക്കുക. സോ നമ്മൾ കൊടുത്ത വാല്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോ ഏകദേശം എല്ലാം വർക്ക് ആയിട്ടുണ്ട്. സോ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു വാല്യൂസ് നമ്മൾ കൊടുത്ത് നോക്കാം. ചെസ്റ്റിന് തന്നെ 2 വാല്യൂസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻക്ലൈൻ ടെമ്പർ പ്രസ് ആയിക്കോട്ടെ.
നമ്പർ പ്ലസ് ഇതുപോലെ തന്നെ സെറ്റ്സ് സെറ്റ്സ് ഒരു സെറ്റ് തന്നെ റെപ്പ് ഒരു 15 2. ഓക്കെ, സേവ്. ഓക്കെ, സോ ഇതെല്ലാം ഹിറ്റ് ആവുന്നുണ്ട്. സോ ജസ്റ്റ് ഇതിന്റെ വ്യൂ ലോഗ് നോക്കാം. ഓക്കെ, അപ്പൊ അതും വർക്ക് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബെഞ്ച് പ്രസ് തന്നെ. ഓക്കെ, ബെഞ്ച് പ്രസ് സെറ്റ്സ് ഒരു 2 സെറ്റ് കിട്ടെ. നേരത്തെ ഒരെണ്ണമായിട്ട് കൊടുത്തു. ഫസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യുകയാണ്. സോ എടുക്കുക, ഇത് നോക്കുക. സോ നമ്മുടെ വാല്യൂസ് രണ്ടിൽ വന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്തത്, അപ്പൊ ഇന്ന് നമ്മൾ ഏകദേശം ഒരു പകുതി ഫിനിഷ് ആയിട്ടുണ്ട്. സോ കാറ്റഗറീസിൽ നമുക്ക് ലോഗ്സ് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന സെറ്റ്സ്, റെപ്സ് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ലോഗ്സ് ക്രിയേറ്റ് ചെയ്തത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ലോഗ്സ് കൺട്രോളർ ക്രിയേറ്റ് ചെയ്തു. വർക്കൗട്ട് ലോഗ്സ് കൺട്രോളർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പ്രൈവറ്റ് റീഡ് ഓൺലി വെച്ചിട്ട്, പിന്നെ നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡാറ്റാബേസ് ഇവിടെ കോൾ ചെയ്തു. സോ നമുക്ക് ഡാറ്റാബേസിന്റെ ഉപയോഗം വരുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ HTTP ഗെറ്റ് ഇൻഡെക്സ്, ഇത് വ്യൂ ലോഗ് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ വ്യൂ ലോഗ് നോക്കാൻ വേണ്ടിയിട്ട് ലോഗ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ HTTP ഗെറ്റ് അത് നമ്മളിവിടെ ഉപയോഗിച്ചു. ഇവിടെ ഈ ഇത് നമ്മൾ ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ട ഏതാണ് സെറ്റ്, റെസ്റ്റ്, റെപ്പ് ഇതൊക്കെ. ഓക്കെ, സോ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ക്രിയേറ്റ് ഉപയോഗിച്ചത്. വൺസ് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ അത് പോസ്റ്റ് മെത്തേഡിലേക്ക് പോവുകയും അവിടെ അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇന്ന് ഇത്രയും നമ്മൾ ചെയ്തു. സോ ഇനി നമുക്ക് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ കാറ്റഗറി പേജിലേക്കാണ് വരുന്നത് അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓക്കെ, സോ ഇവിടെ നമ്മൾ ഷെയർഡിൽ ലേഔട്ടിൽ നമ്മളിവിടെ ഓക്കെ ലേഔട്ടിലല്ല, നമ്മുടെ program.csൽ ഇവിടെ നമ്മൾ ഹോം ആക്ഷൻ ഇത് നമ്മൾ കാറ്റഗറി ആക്കി മാറ്റുക. കാറ്റഗറി ഇൻഡെക്സിലേക്ക് മാറ്റി കഴിയുമ്പോൾ തന്നെ ഓപ്പറേറ്റ്. സോ ഓക്കെ ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് ഹോം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഹോം കാറ്റഗറി ആണല്ലോ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഷെയർഡിൽ പോയിട്ട് ഇവിടെ ഹോമിന്റെ നമ്മൾ മാറ്റാൻ പോകണം. ASP കൺട്രോളിന് കാറ്റഗറി ആക്കി. ഓക്കെ, സോ ഇത് നമുക്ക് വേണ്ട. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ഇപ്പൊ നമുക്ക് കാറ്റഗറി പേജ് ആയിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ലാൻഡിംഗ് പേജ്. ഈ ലാൻഡിംഗ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് കിട്ടും. അവിടെ ബെഞ്ച് പ്രസ്, അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂ ലോഗ്സ് കാര്യങ്ങൾ എല്ലാം വരും. സോ ഇത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് യൂസർ ഇന്റർഫേസ് ശരിയാക്കുന്നതാണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്.
സോ നമുക്ക് ഇതിൽ കുറച്ച് നീറ്റ് അല്ല ഇതിന്റെ കണ്ടല്ല ഇനി എല്ലാം സെറ്റ് ആക്കും നമ്മൾ നെക്സ്റ്റ് സെഷനിൽ. സോ ഇത് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ഹാവ് ഫൺ. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം. അപ്പോൾ ബൈ.